നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ. ചിക്കൻ സ്റ്റൂവിന് ഈ ചിക്കൻ നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഞാൻ സാധാരണ കഴുകണമെന്ന് വെച്ചാൽ വെറുതെ കഴുകും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇച്ചിരി വിനാഗിരി ഉപ്പും ഒക്കെ ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നല്ല നീറ്റായിട്ട് കഴുകി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 300 ഗ്രാം കാണും. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞ് ഇങ്ങനെ കീറിയിട്ടാൽ മതി. പിന്നെ വേണ്ടത് ഒരു ഇഞ്ചി പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വലുതായിട്ട് അരിഞ്ഞാൽ മതി, കാരണം ഇത് നമ്മളിപ്പോൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കണതാണ്. കാരണം നമുക്ക് ആ ചിക്കൻ ഇതിട്ട് വേവിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മണമൊക്കെ വന്ന് നല്ല ചിക്കൻ്റെ മണമൊക്കെ മാറിയിട്ട് നല്ല മസാലയുടെ മണം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഒരു എല്ലാം വലുതായിട്ട് അരിഞ്ഞാൽ മതി. നമുക്കിത് വലിയ അരിയില്ല അതെങ്ങനെ അരിയണമെന്നുള്ളത്. പിന്നെ അതിനകത്ത് ചേർക്കുന്നത് ഈ ഫുൾ മസാലയായിട്ട് പൊടിക്കണ മസാലയല്ല. ഒരു ഇല എടുത്തു, ഇത് പിന്നെ ഒരു കറിപ്പട്ടയുടെ ഇത്രയും വലിയൊരു കഷ്ണം, പിന്നെ പൂവ് 3 ഏലയ്ക്ക, ശകലം ജാതിപത്രി, 4 ഗ്രാമ്പു, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി വേണം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിങ്ങനെ ഒരു കുക്കറിൽ ആദ്യം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും പിഴണമെന്നില്ല. ഇത് നമ്മളൊന്ന് തിരുമിയിട്ട് ഇട്ട മസാലയൊക്കെ ആയിട്ടൊന്ന് തിരുമ്മി മഞ്ഞൾ പൊടി ചേർക്കേണ്ടത്. ഇപ്പോൾ സ്റ്റൂവായിട്ടാണ് ഉണ്ടാക്കുന്നത്, മഞ്ഞൾ പൊടി ഇപ്പോൾ ഇടുന്നില്ല. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ വെക്കുമ്പോൾ ചെറിയ തീയിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിളയാകാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം ഇറങ്ങി വരുന്ന സമയം കഴിയുമ്പോൾ തീ കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ വേവിച്ച ഇറച്ചി നോക്കാം. ഇതിപ്പം നമ്മൾ ഒരു തരി പോലും വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചത്. കണ്ടോ ഇപ്പോൾ ഇത്രയും വെള്ളം അതിനകത്ത് വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് വെന്ത്, കഷ്ണമൊക്കെ നോക്കിക്കേ, കറക്റ്റ് വെന്ത് പോയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് വേവാണ്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ വേണം, സബോള വേണം, ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മസാല, ഗരം മസാല വേണം, കുരുമുളക് പൊടി വേണം, ഇച്ചിരി കാഷ്നട്ട് വേണം, പിന്നെ ഒരു 5-6 കാഷ്നട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഈ മസാല കുറച്ച് സബോള ഇനി നമുക്ക് അരച്ചും കൂടി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാഷ്നട്ട് നെയ്യിൽ വറുത്തെടുക്കാം. ഒരു 3-4 കാഷ്നട്ട് മതി നമുക്ക്. അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കാഷ്നട്ട് 2 കാഷ്നട്ട് അത് നമ്മൾ ഇച്ചിരി നമുക്ക് പൊക്കത്തിലിടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് അതിന് ടേസ്റ്റ് കിട്ടും. നെയ്യിലാണ് വറക്കുന്നത്. കാഷ്നട്ട് ആദ്യം നമുക്ക് കാഷ്നട്ട് ഈ കറിവേപ്പിലയും കൂടി ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മസ്റ്റൊന്നുമല്ല, അപ്പോൾ നമ്മൾ ഈ ഡെക്കറേഷൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും ചെയ്യേണ്ട, നെയ്യൊന്നും ചേർക്കണ്ട, കാഷ്നട്ട് ഇടണ്ട എന്ന് തോന്നുവാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നും ഈ കറീനെ വലിയതായിട്ടൊന്നും എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. മെയിനായിട്ടുള്ളത് ചിക്കനും അതിനകത്ത് ചേർക്കുന്ന മസാലയും തേങ്ങാപ്പാലും ഒക്കെ തന്നെയാണ്. ഇനി ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും. വിഷമിട്ട് ഒഴിഞ്ഞിട്ട് നമുക്ക് നെയ്യോടുകൂടി തന്നെ, കാരണം നമുക്ക് മസാല ഏറ്റവുമായിട്ടുണ്ട് സബോളയിലാണ്, വെളിച്ചെണ്ണയിലാണ്. നമ്മൾ ഈ നെയ്യ് മൊത്തം ഇങ്ങോട്ട് എടുത്തു. നമ്മൾ ആവശ്യത്തിന് എണ്ണ,
ഒത്തിരി എണ്ണ ഒഴിക്കണില്ല, ഒരു 1 ടേബിൾ സ്പൂൺ മതി. അതിൻ്റെ ആവശ്യമുള്ളതിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളത് അങ്ങോട്ട് ആദ്യം ഇടാം. അതിൻ്റെ പച്ചപ്പ് മാറി പെട്ടെന്ന് സവോള ഇടാം. ഇനി നമ്മൾ ഈ സവോള നന്നായിട്ട് വഴറ്റണം, നല്ലപോലെ വഴറ്റി എടുക്കണം. കുറച്ച് സമയമെടുക്കും. അത് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതിനകത്തോട്ട് 1 ടീസ്പൂൺ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇത് തീ ഓഫ് ചെയ്തിട്ട് വഴറ്റാം. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു ഹാഫ് മസാല എടുത്തിട്ട് അരയ്ക്കാൻ പോവുകയാണ്. പകുതി ഇതിനകത്ത് വെക്കുന്നുള്ളൂ, ബാക്കി പകുതി നമ്മൾ അരച്ചെടുക്കുകയാണ്. അത് നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിലൊപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ആ കാഷ്നട്ട് കൂടി അരച്ചുകൊണ്ടാണ് കളറൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത്. നമ്മൾ ഇത് ഇതിനകത്തോട്ടിപ്പം ആദ്യത്തെ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാലും കൂടി ഒന്നിച്ചാണ്. നമ്മളിതെല്ലാം കൂടി ഒന്നിച്ച് ബാക്കിയുള്ളതിനകത്തോട്ട് കഴുകി ഒഴിക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇടുക. തന്നെ ആ ഒരു സ്റ്റൂവിൻ്റെ കളർ എത്തിക്കഴിഞ്ഞു. ഞാനൊരു ഫുൾ ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തു. എനിക്ക് തോന്നുന്നു 2ാം പാൽ എത്ര ആവശ്യം ഉണ്ടാകത്തില്ല, ഒത്തിരി നീണ്ടുപോകും. ഞാൻ ഇത്രയും നിർത്തുവാണ്, കാരണം ഇനിയിപ്പോൾ തലപ്പാൽ ഒഴിക്കാനുണ്ട്. അരക്കപ്പ് തേങ്ങയുടെ പാലാണ് എടുത്തത്. ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തത് കൊണ്ട് നല്ലതായിട്ട് പാല് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ആ ഒരു ലുക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ശരിയാണ്, നന്നായിട്ട് തിളയ്ക്കണം. ഉപ്പ് ഇച്ചിരി കുറവാണ്, ഉപ്പിട്ട് കൊടുക്കണം. 5 മിനിറ്റ്സ് കഴിഞ്ഞു. അതേ കണ്ടോ, ഇപ്പം ഇങ്ങനെ ഇരിക്കുവാണ് നമ്മൾ. പിന്നെ നമ്മുടെ തലപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് പാല് കൂടി ഒഴിച്ചു ഒന്ന് തിളച്ച് വരുന്ന വരെ മതി. വെച്ച് നമുക്ക് തിളപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. തിള വന്നിട്ടുണ്ട്, നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ അതിൻ്റെ കളറൊക്കെ കൺസിസ്റ്റൻസി, കളർ, കഷ്ണകത്തിൻ്റെയൊക്കെ ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അത് സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം. താങ്ക് യു.